നമസ്കാരം. നമസ്കാരം. അങ്കിൾ, ഈ സിനിമാ രംഗം തന്നെ തിരഞ്ഞെടുക്കാനേ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഞാൻ തിരഞ്ഞെടുത്തതല്ല. എൻ്റെ 17ാമത്തെ വയസ്സിൽ ആരാണ് അപരാധി എന്ന നാടകത്തിൽ ജമീല എന്ന നായികയായിട്ടാണ് ഞാൻ എൻ്റെ അഭിനയം ആരംഭിച്ചത്. പിന്നെ ഒരു 60 നാടകങ്ങളിലോളം അഭിനയിച്ചു. അപ്പം രാരിച്ചൻ എന്ന പൗരൻ എന്നൊരു സിനിമയിലാണ് ഞാൻ ആദ്യം വരുന്നത്. 19ാമത്തെ വയസ്സിൽ മൊട്ടയടിച്ച് 75 വയസ്സുള്ള ഹാജിയറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിന് കാരണം ശ്രീ KT മുഹമ്മദിൻ്റെ ഇത് ഭൂമിയാണ് എന്നൊരു നാടകം ഉണ്ടായിരുന്നു. അന്ന് നീ ഈ ലോകം കണ്ടു കാണില്ല. ആ നാടകം തെക്കോട്ടൊക്കെ ഭയങ്കരമായ സ്വീകരണമായിരുന്നു. അതിൽ 18ാമത്തെ വയസ്സിൽ പപ്പടം കൊണ്ട് മുട്ടയുണ്ടാക്കി താടിയൊക്കെ വെച്ച് അപ്പം രംഗത്ത് വരുന്ന സമയത്ത് ഒരു 75 വയസ്സ് കാണും. അതിൽ ഞാൻ സംസാരിക്കുന്നത് തന്നെ മോള ഈ ശബ്ദമാണ്. നാടകം കഴിഞ്ഞാൽ ഒരു സ്കൈ ബ്ലൂ ഷർട്ട് ഇട്ടുകൊണ്ട് ഈ നടീനടന്മാരെ പരിചയപ്പെടുത്താൻ വേണ്ടി വരുമ്പോൾ സദസ്സെന്ന് ഒന്നുകൂടെ വരണം എന്ന് പറഞ്ഞ ആളുകൾ ബഹളം ഉണ്ടാക്കും. അത് ഏറ്റവും കൂടുതൽ സ്വീകരണം എനിക്ക് കിട്ടിയ തെക്കാണ്. തെക്ക് വലിയ അത്ഭുതമായിരുന്നു. അന്ന് ട്രിവാൻഡ്രത്തൊക്കെ PK വിക്രമൻ നായർ, CI, കൈനിക്കര സഹോദരന്മാർ, അങ്ങനെ പ്രഗത്ഭരായ അമച്വർ നടന്മാരുണ്ടായിരുന്ന ആ സമയത്ത് അവർക്കൊക്കെ BA MA വാലുകളുണ്ട്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാതെ മലബാറിൽ നിന്ന് കുറേ പേര് പോവുക അവിടെ സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിന്. ഈ നാടകം കണ്ടിട്ട് അവരൊക്കെ അമ്പരന്നു. കാരണം ഒരു നാടകം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വലിയ ബഹളമായി പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരുന്നു സദസ്സ്. കാരണം അവർക്ക് ഈ മധ്യ മലബാറിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ നാടകത്തിൻ്റെ ഭാഷ പിടികിട്ടുന്നില്ല, അതുകൊണ്ടാണ് ആരും ഒന്നും അനങ്ങാത്തതെന്നാണ്. പക്ഷെ നാടകം കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും കൂടി, ആദ്യം വന്നത് CI എന്ന് പറഞ്ഞ് ഒരു വലിയ നാടകകാരൻ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്, അങ്ങേരം എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നത്. അപ്പം ഈ കഥാപാത്രത്തെ കണ്ടിട്ടാണ് TK പരീക്കുട്ടി എടുത്ത രാരിച്ചൻ എന്ന പൗരനിലേക്ക് സംവിധായകൻ ശ്രീ P ഭാസ്കരനായിരുന്നു എന്നെ ആ പടത്തിൽ അഭിനയിക്കാൻ ക്ഷണിച്ചത്. മിക്കവാറും അങ്കിൾ ആദ്യകാല സിനിമകളിലൊക്കെ വില്ലൻ വേഷങ്ങളാണല്ലോ കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഇതിന് പ്രത്യേകിച്ച് വല്ല കാരണങ്ങളും ഉണ്ടോ? അത് സിനിമയുടെ ഒരു ശാപമാണ്. അന്ന് എന്നെ ഹാൻസം വില്ലൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അന്ന് 2 നായകന്മാരെ മലയാളത്തിലുണ്ടായിരുന്നുള്ളൂ. ഒന്ന് സത്യനും മറ്റേത് നസീറും. പ്രൊഡക്ഷനും അധികം ഉണ്ടായിരുന്നില്ല, വളരെ ചുരുക്കം പ്രൊഡക്ഷൻസ്. അപ്പം ഞാൻ വന്നത് ആദ്യം രാരിച്ചൻ എന്ന പൗരനിൽ ആക്ട് ചെയ്തു. അത് കഴിഞ്ഞ് വേറെ പല പടങ്ങളിൽ ആക്ട് ചെയ്തു. സ്വർഗരാജ്യത്തിൽ ഹീറോ ആയിട്ട് വന്നു. പക്ഷേ ആ പടം പൊട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ട് മുറപ്പെണ്ണ് എന്ന ശ്രീ NT വാസുദേവൻ നായരെ ആ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി എന്നെ തിരഞ്ഞെടുത്തു. അതിന് മുറപ്പെണ്ണ്, അതിന് കാരണം MT തന്നെയാണ്. അതിലെ ഒരു അനിയൻ എന്ന് പറഞ്ഞ അനിയൻ്റെ ഒരു റോൾ എടുത്തു. ആ റോളിന് വില്ലൻ സ്വഭാവം ഉണ്ടായിരുന്നു. അതോടുകൂടി പിന്നെ എൻ്റെ ഗതികേട് ഈ വില്ലൻ റോൾ എടുക്കുക എന്നുള്ളതായി. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ എനിക്ക് ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഞാൻ ഉപഗുപ്തനായും കണ്ണപ്പനുണ്ണിയിലെ ക്രൂരനായ ചന്തുവായി അഭിനയിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കേരളത്തിലെ സിനിമാ പ്രേക്ഷകർ അംഗീകരിച്ചിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. ഉത്തര മധുരാവീഥികളെ, വിസ്തൃത ജനപദ വീഥികളെ, ഉത്തര മധുരാവീഥികളെ, വിസ്തൃത ജനപദ വീഥികളെ, തഥാഗതൻ തൻ പദങ്ങൾ തേടി കൈനീട്ടുകയല്ലേ നിങ്ങൾ, കൈനീട്ടുകയല്ലേ. തഥാഗതൻ തൻ പദങ്ങൾ തേടി കൈനീട്ടുകയല്ലേ നിങ്ങൾ, കൈനീട്ടുകയല്ലേ.
സ്വർണരഥങ്ങളിൽ ഓടി നടക്കും വഴിയല്ലേ, തീരാനോവുകൾ ഉരുകിയുണർന്നൊരു തീവയിലൊഴുകും വഴിയല്ലേ. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി. പ്രഭു. ധർമ്മഭഗിനി, നമോദസ ഭാഗവതോ ആർഹതോ സമ്മാ സംബുദ്ധസ. നീ വന്നത്? സ്വാമി, ദേവദാസിയായ വാസവദത്തയുടെ തോഴിയാണടി. ഒരു സന്ദേശവുമായി വന്നിരിക്കുന്നു. സന്തോഷം. സന്ദേശം എന്താണ്? ആ ദാസി അങ്ങേ കാണാൻ ആഗ്രഹിക്കുന്നു. എന്തിന്? അങ്ങേ ആ ദാസി ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നു. വാസവദത്തയുടെ സ്നേഹത്തിൽ നാം സന്തോഷിക്കുന്നു. പക്ഷേ മഹാഗുരുവും ശരണത്രയീശനുമായ ബുദ്ധഭഗവാന്റെ പ്രതിനിധി മാത്രമാണെന്ന്. വാസവദത്ത ഗുരുവിന്റെ പ്രതിനിധിയെ ആരാധിക്കേണ്ട, ഗുരുവിനെ ആരാധിക്കട്ടെ. ഞാനൊരു ചെറിയ വേല ചെയ്തു. ഈ ഔട്ട്ഡോറിനൊക്കെ പോകുമ്പോൾ കണ്ണപ്പനുണ്ണിയിലെ ചന്തു 6-7 പേരെ കൊന്നിട്ടാണ് പ്രവേശിക്കുന്നത്. ഔട്ട്ഡോറിലൊക്കെ പോകുമ്പോൾ ജനങ്ങളുമായിട്ട് കൂടുതൽ അടുക്കും. ഈ നായകന്മാർ ഇങ്ങനെ കഴുത്തും പിടിച്ചുകൊണ്ട് അവരുമായിട്ടൊന്നും സംസാരിക്കില്ല. ഞാൻ കൂടുതൽ അടുക്കുന്നുണ്ട്. ഈ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഒരു ആശയക്കുഴപ്പം വന്നു. ക്രൂരനായി സ്ക്രീനിൽ കാണുന്ന ഈ മനുഷ്യനാണല്ലോ ഞങ്ങളോടൊക്കെ നന്നായിട്ട് പഴകുന്നത് എന്ന്. അങ്ങനൊരു വേലയും കൂടി ചെയ്തിരുന്നു. അത് കാരണം വില്ലൻ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ വില്ലൻ റോളേ എടുത്തുകൊണ്ടിരുന്നത്. ഒരുപാട് പടങ്ങളിൽ വില്ലനായിട്ട് അഭിനയിച്ച് ഒരു വില്ലനായിട്ട് അറിയപ്പെടുന്നതിൽ അങ്ങനെ വല്ല വിഷമമുണ്ടോ? അങ്ങനെ ഒരു പ്രത്യേക ജാതിയിൽ എന്നെ ചേർക്കുന്നതിൽ എനിക്ക് പ്രതിഷേധമുണ്ട്. ഇംഗ്ലീഷിൽ വെർസറ്റൈൽ ആക്ടർ എന്ന് പറയും. അപ്പം ഞാൻ വെറും വില്ലൻ റോൾ മാത്രമല്ല എടുത്തിട്ടുള്ളത്. ഹാജിയരായിട്ട് അഭിനയിച്ചിരിക്കുന്നു. ഉപഗുപ്തൻ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ഉള്ള ബുദ്ധഭിക്ഷുവായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വില്ലനും ആക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ഒരു ആക്ടർ എന്ന് വിളിക്കുന്നതാണ് നല്ലത്. ഞാൻ സിനിമാ താരം എന്ന് വിളിച്ച് കേൾക്കുന്ന ഇഷ്ടമല്ല. ഞാൻ എൻ്റെ ലെറ്റർ പാഡിലൊക്കെ മൂവി ആക്ടർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ക്ലാർക്ക്, വക്കീല്, ഡ്രൈവർ, ഡോക്ടർ എന്നൊക്കെ പറയുന്ന പോലെ മൂവി ആക്ടർ, അല്ലാതെ താരം എന്ന ഒരു ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. ഇന്നു മുതൽ സദാനന്ദൻ ഇവിടെ ഇല്ലെങ്കിലും സിന്ധു പേടിക്കേണ്ട. ഈ ഏരിയയിൽ നൈറ്റ് പെട്രോളിന് സ്പെഷ്യൽ സ്ക്വാഡുണ്ട്. പോലീസ് കാവൽ ഏർപ്പെടുത്തിയാലും പരിഹരിക്കാൻ കഴിയാത്ത മറ്റു കാര്യമുണ്ട് സർ. എന്താണ്? രാജ്യമോൾ നേരെ ചൊവ്വേ ഭക്ഷണം കഴിക്കുക ഉറങ്ങുകയോ ചെയ്യുന്നില്ല. ഒരു നിഴല് കണ്ടാൽ മതി കൊല്ലാൻ വരുന്നേന്ന് നിലവിളിക്കുക. അന്നത്തെ സംഭവത്തിന്റെ ഓർമ്മ ഇനിയും കുഞ്ഞിന്റെ മനസ്സിൽ നിന്ന് വിട്ടുമാറിയിട്ടുണ്ടാവില്ല. അവൻ രക്ഷപ്പെട്ടു കിടന്നല്ലോ. സദാനന്ദൻ സർ, അവരെ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകും. നിങ്ങൾ വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞങ്ങൾ ഇൻസ്പെക്ഷന് വേണ്ടി തിരിച്ചാണ് സർ. അവൻ വളരെ പ്ലാനിങ്ങോടുകൂടിയാണ് സാറിനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അവന് സംഘം ചേരാനും ക്യാമ്പ് ചെയ്യാനും പറ്റിയ രഹസ്യ കേന്ദ്രങ്ങൾ ഇവിടെ അടുത്തെവിടെയോ ഉണ്ട്. ഏതായാലും സാറിന്റെ ഇന്നത്തെ യാത്രാ പരിപാടി ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ വന്നേ. ഓക്കെ. അങ്കിൾ ആദ്യം നാടകങ്ങൾ അഭിനയിച്ചാണല്ലോ അഭിനയ ജീവിതം തുടങ്ങിയത്. ഇപ്പൊ സിനിമയിലും ഈ 2 രംഗത്തും പ്രത്യേകിച്ച് വല്ല വ്യത്യാസവും തോന്നുന്നുണ്ടോ? പിന്നെ വലിയ വ്യത്യാസമുണ്ട്. നാടകത്തിൽ വാസ്തവത്തിൽ KPSCയിൽ 5 വർഷം ഞാൻ അഭിനയിച്ചപ്പോൾ ഈ 5 വർഷവും സുപ്രഭാതം കണ്ടിട്ടില്ല. കാരണം ഓരോ ദിവസവും നാടകം കഴിയുന്നത് രാത്രി 2:30 മണി, ചിലപ്പോൾ 3 മണി. തിരിച്ച് താമസിക്കുന്ന സ്ഥലത്തെത്തിയിട്ട് തളർന്ന അവശനായി കിടക്കയിലേക്ക് വീഴുകയാണ്. പിന്നെ കണ്ണു തുറന്നു നോക്കുന്നത് പിറ്റേന്ന് രാവിലെ 11 മണിക്കായിരിക്കും.
എഴുന്നേറ്റ ഉടനെ നിത്യകർമ്മങ്ങളൊക്കെ നടത്തി വീണ്ടും വാനിൽ കയറുന്നു. അങ്ങനെ 5 വർഷം. അതിനനുസരിച്ച് വരുമാനം ഉണ്ടായിരുന്നില്ല ആ കാലത്ത്. ശരശയ്യയിലും അശ്വമേധത്തിലും ഒക്കെ ഡോക്ടർ തോമസായി അഭിനയിച്ചിരുന്ന എനിക്ക് ഒരു നാടകത്തിൽ അഭിനയിച്ചപ്പോൾ കിട്ടിയത് 25 രൂപയാണ് ശമ്പളം. ഈ 25 രൂപ വാങ്ങിക്കൊണ്ട് 5 വർഷം ഉറക്കിളക്കിയാണ്. സിനിമയിൽ വന്നപ്പോൾ സിനിമയിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചാൽ ഇത് വലിയ കഷ്ടമില്ലാത്ത പണിയാണ്, നല്ല വരുമാനവും കിട്ടും. അപ്പം നാടക നടനെന്ന നിലയ്ക്ക് എൻ്റെ കുടുംബക്കാർക്കൊന്നും എന്നോട് വലിയ ബഹുമാനം ഉണ്ടായിരുന്നില്ല. സിനിമാ നടനായപ്പോഴാണ്, പണം കൂടിയപ്പോഴാണ് ഒരു ബഹുമാനം. പക്ഷേ ഒരു നടൻ്റെ കഴിവ് പൂർണ്ണമായും കാണിക്കാൻ സാധിക്കുന്ന രംഗം നാടകമാണ്. 300-ലധികം പടങ്ങളിൽ വൈവിധ്യമുള്ള കഥാപാത്രങ്ങളായി അഭിനയിച്ചവനാണ് ഞാൻ. ഇന്നിപ്പോൾ ചില റോളുകളിൽ എന്നെ വേണോ എന്ന് സംശയിക്കുകയാണ്. കാരണം സിനിമ ഇന്നൊരു തരം ഗാംബ്ലിംഗ് ആണ്. അതിന് ഖേദിച്ചിട്ട് കാര്യമില്ല. നാടകം ലോകത്ത് തന്നെ വിപ്ലവം സൃഷ്ടിച്ചതൊക്കെ നാടകങ്ങളാണ്. ഇബ്സൻ്റെയും മറ്റൊക്കെ നാടകങ്ങൾ. അതുപോലെ നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റാക്കി, പിന്നെ അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക്. നാടകമാണ് യഥാർത്ഥ കല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഇപ്പോൾ എന്നോട് സ്നേഹമുള്ള പ്രൊഡ്യൂസർമാരൊക്കെ വിളിക്കും, അങ്ങനെ ഇടയ്ക്ക് പടം കിട്ടുന്നുണ്ട്. ഈ അഭിനയ ജീവിതം വെച്ച് നോക്കുമ്പോൾ അങ്കിളിന് സിനിമയാണോ നാടകമാണോ കൂടുതൽ സംതൃപ്തി തരുന്നത്? സിനിമ ഈ ടെക്നിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പ്രയാസമില്ല. നാടകം നീ ഒരു കഥാപാത്രമായി അഭിനയിക്കുമ്പോൾ ആദ്യത്തെ രംഗത്തിൻ്റെ കർട്ടൻ പൊങ്ങിക്കഴിഞ്ഞാൽ അത് മുതൽ അവസാനം വരെ നീ ആ കഥാപാത്രത്തിൻ്റെ ചലനങ്ങൾ തെറ്റാതെ അഭിനയിക്കണം. അതാണ് ഈ ലോകത്തിലെ തന്നെ നാടകരംഗത്ത് നിന്ന് വന്നിട്ടുള്ള ആളുകൾ സിനിമയിൽ വളരെ ശോഭിക്കാൻ കാരണം. നാടകക്കാർക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ സിനിമയിൽ കിട്ടുന്ന കാശ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എനിക്ക് പടമില്ലാതെ വരികയാണെങ്കിൽ ഒരു നല്ല നാടക കമ്പനി നോക്കിയിട്ട് അഭിനയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരിക്കലും ഈ സിനിമാ രംഗത്ത് നിന്ന് പോയി 5 നക്ഷത്ര ഹോട്ടലുകളുടെ ഉടമസ്ഥനാവാനോ അല്ലെങ്കിൽ വല്ല മുനിസിപ്പൽ കൗൺസിലറോ MLA ഒന്നും ആവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു നടനായിട്ട് തന്നെ മരിച്ചു വീണമെന്നാണ് എൻ്റെ ആഗ്രഹം. യുവർ ഓണർ, കൂടുതൽ സാക്ഷികളെ വിസ്തരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രതി കോടതി മുമ്പാകെ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞതാണ്. വളരെ ഹൃദയവേദനയോടുകൂടി ഒരു കാര്യം ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ബോധിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രേഷ്ഠനും സമുന്നതനുമായ ഒരു നിയമജ്ഞനെ ഈ കേസുമായി ബന്ധപ്പെടുത്തുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. എന്റെ മാന്യ സുഹൃത്തിനെ പഠിപ്പിച്ചതും വളർത്തിയതും ഈ നിലയിലാക്കിയതും ആ മഹാനായിരുന്നു. വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് കോടതിയിൽ പ്രസക്തിയില്ല. ഇറ്റ് ഈസ് ഇർറലവന്റ്. യുവർ ഓണർ, കുറുപ്പിന്റെ വീട്ടിലിരുന്ന ഗ്ലാസിന്മേൽ കണ്ട വിരലടയാളം മിസ്റ്റർ രാജഗോപാലിന്റെ തന്നെയാണ്. മിസ്റ്റർ രാജഗോപാലൻ കുറുപ്പിന്റെ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതിന് ആ ഒരു തെളിവ് മതി. എന്നാൽ കൊലപാതകം നടക്കുന്ന സമയത്ത് മിസ്റ്റർ രാജഗോപാലൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഈ തെളിവ് പോരാ. യുവർ ഓണർ, ഏത് കൊലപാതകത്തിനും ഒരു പ്രേരണ ഉണ്ടാവണം, ഒരു ലക്ഷ്യമുണ്ടാവണം, ഒരു കാരണമുണ്ടാവണം. ശ്രീ ഗിരിജാ വല്ലഭമേനോന് കുറുപ്പിനെ വധിക്കാൻ ഒരു കാരണവുമില്ല. അതുകൊണ്ട് പ്രതി രാഘവൻ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളതെന്ന് ഞാൻ വീണ്ടും വീണ്ടും ബോധിപ്പിക്കുന്നു. ഇന്നത്തെ സിനിമ ഒരു കച്ചവടമായി ഞങ്ങൾ പറഞ്ഞല്ലോ. ഈ പോക്കിനെ മാറ്റാൻ വല്ല മാർഗവും അങ്ങനെ തോന്നുന്നുണ്ടോ? ജനങ്ങൾ മാറിയാലേ ഇതിന് മാറ്റം ഉണ്ടാവും. എല്ലാ രംഗത്തും ഹീറോ വർഷിപ്പുണ്ട്. ഇപ്പോൾ ഭോജരാജാവിൻ്റെ സദസ്സിൽ 9 നവരത്നങ്ങളുണ്ടായിരുന്നു. പണ്ഡിതന്മാർ പല വിഷയത്തിലും. നമ്മൾ അറിയുന്നത് കാളിദാസനെ മാത്രമാണ്. അതുപോലെ ഒരു പടത്തിൽ അഭിനയിക്കുന്ന നായകനോ നായികയോ പ്രശസ്തരായി കഴിഞ്ഞാൽ, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതൊരു ഭ്രമമാണ്. പിന്നെ അവരുടെ പടങ്ങൾ കാണുക, ആ ഹീറോയിസം ചലച്ചിത്ര രംഗത്ത് നിന്ന് മാറ്റാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഇത് മലയാള ചലച്ചിത്ര രംഗത്ത് മാത്രമല്ല ഉള്ളത്, ലോക സിനിമയിലുള്ള ഒരു സംഗതിയാണ്. പിന്നെ മറ്റൊന്ന്, ഈ സിനിമയിൽ പ്രശസ്തി കിട്ടുക എന്ന് പറഞ്ഞാൽ കുതിരപ്പന്തയത്തിൽ ജാക്ക്പോട്ട് അടിക്കുന്ന പോലെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സിനിമ മാറ്റിയെടുക്കാൻ സാധിക്കും ഗവൺമെൻറ് വിചാരിച്ചാൽ. പിന്നെ
പ്രൊഡ്യൂസറും വിതരണക്കാരനും തിയേറ്റർ ഓണറും വിചാരിച്ചാൽ ഇന്ന് സിനിമയ്ക്ക് വരുന്ന ഭാരിച്ച പണച്ചെലവ്, പിന്നെ സിനിമാ രംഗത്തുള്ള അനാവശ്യമായ ചെലവുകൾ, ഇതൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നല്ലാതെ ഈ ഹീറോ വർഷിപ്പ് എന്ന് പറയുന്നത് ലോകാവസാനം വരെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വില്ലൻ വേഷങ്ങളല്ലാതെ ഒരുപാട് ക്യാരക്ടർ റോൾസും അങ്കിൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇതിൽ അങ്കിളിന് പ്രത്യേകിച്ച് കൂടുതൽ ഇഷ്ടം തോന്നിയ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ ഒക്കില്ല. കാരണം സാധാരണ ഉള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ്. ഒരു കലാകാരൻ ആത്മാർത്ഥതയുള്ള ആളാണെങ്കിൽ അയാൾ കൂടുതൽ നന്നായിട്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനായിരിക്കും ശ്രമിക്കുക. ഈ എടുത്ത റോളിനേക്കാളും ഗംഭീരമായിട്ട് ഒന്ന് ചെയ്യണം. ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്നത് നീതി, സായം സന്ധ്യ, കൊടുങ്കാറ്റ്. അല്ല, സായം സന്ധ്യയിൽ ഈ പറഞ്ഞ മാതിരി ഒരു പരിശുദ്ധനായ മനുഷ്യൻ, ഒരു നല്ല സാമൂഹിക സിനിമയായിരുന്നു അത് കാണണം. ഡാൻസ് എങ്ങനെയിരുന്നു മോളെ? നന്നായോ? മുത്തച്ഛനോട് ഞാൻ പിണക്കോ? അതെന്താ? മുത്തച്ഛൻ എന്താ ഡാൻസിന് വരാന്ന് പറഞ്ഞതല്ലേ രാവിലെ? ഞാൻ വരാനിറങ്ങിയതാ, അപ്പോഴാ ഒരു കുളിര്. തണുപ്പടിച്ചാ വല്ല പനിയും വന്നാലോ? വയസ്സായില്ലേ മോളെ? അച്ഛന് വയസ്സായോ? ഏയ് വെരി യങ്. ആ മത്തായി കൊലക്കേസിന്റെ വിസ്താരം നാളെയല്ലയോ മോളെ? 3 സാക്ഷികൾ കാലുമാറി, അതിന്റെ ഒരു ടെൻഷനില്. മുത്തച്ഛന് കുളിര്, അച്ഛന് കൊലപാതകം, അമ്മയ്ക്കാണെങ്കിൽ അസൂയ. അസൂയോ? എനിക്കോ? ആ പിന്നല്ലാതെ. ഞാനിങ്ങനെ ഓടിച്ചാടി നടക്കുന്നതിന്റെ അസൂയ അമ്മയ്ക്ക്. എന്റെ ഭഗവാനെ, ഈ നാട്ടിൽ എങ്ങനെ കല വളരുന്നത്? അച്ഛൻ എന്നെ വിളിച്ചു. ശിവന്റെ ഒരു കത്തുണ്ടായിരുന്നു. അവന്റെ ശിക്ഷയുടെ കാലാവധി തീരാറായി. റിലീസ് ഉടനെ ഉണ്ടാവും. കൂട്ടിക്കൊണ്ടുവരാൻ ആരെങ്കിലും പോകണ്ടേ? നിനക്ക് പോകാമോ? അതോ ഞാൻ പോണോ? ശിവൻ വന്നാൽ എവിടെ താമസിക്കും? ഈ വീട്ടിലോ? അല്ലാതെ അച്ഛൻ അറിയാമല്ലോ വിനുവിന്റെ കാര്യം. മുത്തശ്ശ, ഈ ആഴ്ച വരുമല്ലേ? അതെ മോളെ, ഈ ആഴ്ച വരും. കൂട്ടിക്കൊണ്ടുവരാൻ ആരും പോകുന്നില്ല. വേണ്ട, അവൻ തന്നെ വന്നോളൂ. വേറെ എവിടെ പോവാനാ? മോളെ, 10 വർഷത്തെ ശിക്ഷ കഴിഞ്ഞു വരുന്ന അവനെ ഇനിയും നീ ശിക്ഷിക്കരുത്. ഈ ജന്മം മുഴുവൻ അയാൾ എന്നെ ശിക്ഷിച്ചതാ. ഞാൻ ഒന്നും മറന്നിട്ടില്ല. ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. എന്റെ അമ്മയായാൽ. വിനു, നമ്മുടെയൊക്കെ കണ്ണുകൾ വളരെ ചെറുതാണ് മോളെ. കാണുന്നത് മുഴുവൻ ശരിയായിരിക്കണമെന്നില്ല. ആരാ? മോളെ, എന്തു പറ്റി മോളെ? എന്താ എന്താ അവിടെ? എന്താ മോളെ? എന്തു പറ്റി മോളെ? വന്നിട്ടുണ്ട്. തുളസി തറയിലടുത്ത്. എനിക്ക് പേടിയാവുന്നു. മോളെ,
വരൂ. ഇത്ര നാളത്തെ അനുഭവം വെച്ചുകൊണ്ട് അങ്കിളിന് ഒരു പടം ഡയറക്റ്റ് ചെയ്യണമെന്നോ പ്രൊഡ്യൂസ് ചെയ്യണമെന്നോ തോന്നിയിട്ടുണ്ടോ? ഞാൻ മനസമാധാനത്തോടെ ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലെന്ന് തോന്നുന്നല്ലേ? പിന്നെന്ത്, ഇപ്പൊ യാതൊരു ടെൻഷനും ഇല്ല. അതുകൊണ്ട് ഞാൻ വളരെ സംതൃപ്തനാണ്. അഭിനയ ജീവിതത്തിൽ തന്നെ സംതൃപ്തനാണ്, യഥാർത്ഥ ജീവിതത്തിലും സംതൃപ്തനാണ്. അപ്പോ അങ്ങനെയുള്ള ജീവിതം തന്നെ അങ്കിളിന് കിട്ടട്ടെ. ഓ, നമസ്കാരം. താങ്ക് യു.